ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 8ാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന പാഠാവലി ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നാളെ കൂട്ടുകാർക്ക് അടിസ്ഥാന പാഠാവലിയാണ് എക്സാം. അപ്പോൾ അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ആദ്യത്തെ ചോദ്യം: നടക്കുമ്പോൾ എണ്ണ തുളുമ്പിപ്പോകാതെ സൂക്ഷിക്കണം. ജ്ഞാനിയുടെ ഓർമ്മപ്പെടുത്തലിലെ സൂചന എന്ത്? അപ്പോൾ ജ്ഞാനി പറഞ്ഞിട്ടുണ്ട് എന്ത്? നടന്നു പോകുമ്പോൾ കയ്യിലുള്ള എണ്ണ തുളുമ്പി പോവാതെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓർമ്മപ്പെടുത്തൽ എന്താണെന്നാണ് ചോദിക്കുന്നത്. പ്രലോഭിപ്പിക്കുന്ന അല്ലെങ്കിൽ ഭ്രമിപ്പിക്കുന്ന പലതര കാഴ്ചകളുടെയും സാഹചര്യങ്ങളുടെയുമാണ് മനുഷ്യൻ കടന്നു പോകുന്നത്. അപ്പം എന്താ, മനുഷ്യന് ഒരുപാട് പ്രലോഭിപ്പിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിൽ ആകൃഷ്ടരായി ജീവിക്കുമ്പോൾ ജീവിതത്തിൽ വിലപ്പെട്ട പലതും നമുക്ക് നഷ്ടമാവും. അപ്പോൾ അതിൽ നമ്മൾ ലയിച്ച് അതിൽ നമ്മൾ സുഖം കണ്ട് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിലപ്പെട്ട പല മൂല്യങ്ങളും നമുക്ക് നഷ്ടമാകും. മൂല്യങ്ങളിൽ അടിയുറച്ച് ജീവിക്കണം എന്നതാണ് ജ്ഞാനിയുടെ ഈ ഓർമ്മപ്പെടുത്തലിലെ സൂചന. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ മൂല്യങ്ങളിലൊക്കെ വില കൽപ്പിച്ച് അതിൽ അടിയുറച്ച് ജീവിക്കണം എന്നാണ് ഇതിലൂടെ ജ്ഞാനി ഓർമ്മപ്പെടുത്തുന്നത്. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. ജ്ഞാനിയുടെ കൊട്ടാരത്തിൽ കച്ചവടക്കാരൻ്റെ മകനെ വിസ്മയിപ്പിച്ച ദൃശ്യങ്ങൾ എന്തെല്ലാം? അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. അതിദിവ്യനായ ഒരു സന്യാസി ബാല്യനെയും അദ്ദേഹത്തിൻ്റെ ആശ്രമവുമാണ് ബാലൻ സങ്കല്പിച്ചിരുന്നത്. അവിടെ വലിയ തിരക്കായിരുന്നു. പലതരത്തിലുമുള്ള ആളുകൾ വരികയും പോവുകയും ആളുകൾ കൂട്ടം കൂടി സംസാരിക്കുകയും ചെയ്തിരുന്നു. ഒരു ഭാഗത്ത് ചെറിയൊരു ഗാനമേളയും അതിനപ്പുറത്ത് അതിസമൃദ്ധമായ വിരുന്നുമേശയും വലിയ തളികകളിൽ നിറച്ച് ആസ്വാദകരമായ വിഭവങ്ങൾ വിളമ്പി വയ്ക്കുകയും ചെയ്തിരുന്നു. കൂടാതെ ജ്ഞാനി ഓരോരുത്തരെയായി അരികിൽ വിളിച്ച് വിവരങ്ങൾ അന്വേഷിക്കുന്നതും അവനെ വിസ്മയിപ്പിച്ചു. അപ്പോൾ എന്താണ്, ജ്ഞാനിയുടെ കൊട്ടാരത്തിൽ കണ്ട കാഴ്ചകളെ കുറിച്ചിട്ടും ബാക്കി കാര്യങ്ങളെക്കുറിച്ചിട്ടും ജ്ഞാനി അവിടെ വന്ന ഓരോരുത്തരെയും വിളിച്ച് വിവരങ്ങൾ അന്വേഷിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ആ കാഴ്ചയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കി നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. അർത്ഥം എത്ര വളരെയുണ്ടായാലും തൃപ്തിയാകാ മനസ്സിനൊരു കാലം. 10 കിട്ടുകിൽ 100 മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും. ജ്ഞാനപാന പൂന്താനം. സമാന ആശയമുള്ള വരികൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തുക. അപ്പോൾ എക്സാമിന് എന്താ, നമ്മൾ കണ്ടെത്തേണ്ട കാര്യമില്ല. സമാന ആശയമുള്ള വരി ഉണ്ടാവും, പിന്നെ അത് താരതമ്യം ചെയ്ത് കുറിപ്പെഴുതാനാവും. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. സമ്പത്ത് എത്രയുണ്ടായാലും മനുഷ്യന് തൃപ്തി വരുന്നില്ലെന്നും ധനം കിട്ടും തോറും കൂടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് മനുഷ്യരെന്നുമാണ് പൂന്താനം നമ്പൂതിരി ജ്ഞാനപാനയിലെ വരികളിലൂടെ അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ പണമുണ്ടാക്കാനുള്ള മനുഷ്യൻ്റെ ആർത്തിയെക്കുറിച്ച് കുഞ്ചൻ നമ്പ്യാരും പറയുന്നുണ്ട്. പട്ടു കിട്ടുമ്പോഴും സന്തോഷമില്ലവ ഞൊട്ടുപണം കൂടെ മുമ്പേ നിനക്കയാൽ. വീരവാളി പട്ടു കിട്ടിയെന്നാകിലും പോരാ, തരിവള കിട്ടുവാനാഗ്രഹം. എന്താണ്, പട്ട് കിട്ടുവാൻ പണം കൂടി കിട്ടണമെന്ന് വീരവാളി പട്ട് കിട്ടിയവന് തരിവള കൂടി കിട്ടിയിരുന്നെങ്കിൽ എന്നും ആഗ്രഹിക്കുന്നു. എന്താണ്, നമുക്ക് കിട്ടിയാൽ അതിൻ്റെ അപ്പുറം ഇത് മാത്രമല്ല മറ്റേതും വേണം. അങ്ങനെ ആഗ്രഹിക്കുന്ന മനുഷ്യരാണ് നമ്മൾ എന്നാണ് പറയുന്നത്. പൂന്താനവും കുഞ്ചൻ നമ്പ്യാരും അവതരിപ്പിക്കുന്നത് സമാന ആശയങ്ങളാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും പറയുന്നത് ഒരേ ആശയമാണ്. 10 കിട്ടിയാൽ 100 വേണമെന്നും
അതുപോലെ പട്ടു കിട്ടിയാൽ പട്ട് മാത്രം പോരാ, അതിന് കൂടെ പണം വേണമെന്നും, അതായത് മനുഷ്യൻ്റെ ആഗ്രഹങ്ങളൊന്നും അവസാനിക്കില്ല. ഇത് കിട്ടിയാൽ അത് വേണം, അത് കിട്ടിയാൽ അതിൻ്റെ അപ്പുറത്ത് വേണമെന്ന മനുഷ്യ ചിന്താഗതിയെ കുറിച്ചിട്ടാണ് പൂന്താനവും അതുപോലെ തന്നെ കുഞ്ചൻ നമ്പ്യാരും പറയുന്നത്. ഇനി നമുക്ക് നോക്കി നോക്കാം, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ജ്ഞാനി ബാലനോട് 2 മണിക്കൂർ കഴിഞ്ഞ് വരാൻ പറഞ്ഞതിൻ്റെ പൊരുൾ കണ്ടെത്തുക. അപ്പോൾ ജ്ഞാനി എന്താണ്, എണ്ണ നിറച്ച കരണ്ടി കൊടുത്തിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വരാൻ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ പൊരുൾ എന്താണ്? സന്തോഷത്തിൻ്റെ രഹസ്യമറിഞ്ഞ് വരാനാണ് കച്ചവടക്കാരൻ തൻ്റെ മകനെ ജ്ഞാനിയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചത്. അപ്പോൾ എന്താണ് സന്തോഷത്തിൻ്റെ രഹസ്യം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കച്ചവടക്കാരൻ്റെ മകനെ ജ്ഞാനിയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചത്. രഹസ്യം നേരിട്ട് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം അത് കണ്ടെത്തുന്നതിനുള്ള മാർഗങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുകയായിരുന്നു ജ്ഞാനി. അപ്പം എന്താണ്, രഹസ്യം ജ്ഞാനി നേരിട്ട് പറഞ്ഞു കൊടുത്തില്ല, അതിന് പകരം അതിനുള്ള ഒരു മാർഗമാണ് കൊടുത്തത്. ജീവിതാനുഭവങ്ങളിലൂടെ ഉള്ളിലെ സ്നേഹം, നന്മ, വെളിച്ചം എന്നിവ സ്വയം കണ്ടെത്താൻ ബാലനെ പ്രാപ്തയാക്കുകയായിരുന്നു ജ്ഞാനിയുടെ ലക്ഷ്യം. അതിനു വേണ്ടിയാണ് ബാലനോട് 2 മണിക്കൂർ കഴിഞ്ഞ് വരാൻ പറഞ്ഞത്. അപ്പം എന്താണ്, ഉള്ളിലെ സ്നേഹം, നന്മ, വെളിച്ചം എന്നിവയെ കണ്ടെത്താനോ അതുപോലെ ഏതൊരു സാഹചര്യങ്ങളിൽ ഈ ബാലനെ പ്രാപ്തനാക്കുക എന്നതൊക്കെയായിരുന്നു ഈ ജ്ഞാനിയുടെ ലക്ഷ്യം. അപ്പോൾ അതിനു വേണ്ടിയൊക്കെയാണ് ഈ ബാലനോട് 2 മണിക്കൂർ കഴിഞ്ഞ് വരാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പാഠഭാഗത്തുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് വേണം കൂട്ടുകാർ എക്സാം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ മലയാളം എക്സാമിന് നമുക്കറിയാം, നമ്മൾ പഠിച്ചു പോയിട്ട് അത് തന്നെ എഴുതരുത്. നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടി നമുക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ വായിച്ചിട്ടുള്ളതും നമ്മൾ ക്ലാസ്സിൽ കേട്ടിട്ടുള്ളതും ഇപ്പോൾ ഇതിൽ തന്നെ എല്ലാതും എഴുതാണ്ട് ഇതിൽ തന്നെ കൂട്ടുകാർക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന പോയിൻറ്റ്സ് എഴുതി കൂട്ടുകാരുടെ വാക്യങ്ങളിൽ എഴുതാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.